ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ സിസ്റ്റം ആണ് കണ്ടത്. ഡെസിമൽ, ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ, ഈ 4 നമ്പർ സിസ്റ്റത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇതിലെ ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്വന്തം നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതിന്റെ ബേസ് 10 ആണ്. പിന്നെ പുതുതായിട്ട് കാണുന്ന നമ്പർ സിസ്റ്റമാണ് ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സ. ഇതിലെ ബൈനറിയുടെ ബേസ് 2 ആണ്, ഒക്ടലിന്റെ 8 ആണ്, ഹെക്സായുടെ 16 ആണ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് നമ്പർ കൺവേർഷൻ ആണ്. ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് പുതിയ നമ്പർ സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ നമ്പർ സിസ്റ്റത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡെസിമൽ, അതായത് നമ്മുടെ സ്വന്തം ഡെസിമൽ നമ്പർ സിസ്റ്റവും ബാക്കിയെല്ലാം പുതിയ നമ്പർ സിസ്റ്റം, ന്യൂ ബേസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഡെസിമലിൽ നിന്ന് ന്യൂ ബേസിലേക്കുള്ള കൺവേർഷൻ, അതായത് നമ്മുടെ സ്വന്തം നമ്പർ സിസ്റ്റത്തിൽ നിന്ന് പുതിയ നമ്പർ സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻ. അതിലെ ഒരു കൺവേർഷൻ നമ്മൾ പഠിച്ചു, ഏതാണ്? ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ, അല്ലെ? ഡെസിമൽ ടു ബൈനറി കൺവേർഷനിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? ഡെസിമൽ ടു ന്യൂ ബേസ് കൺവേർഷന് ഒരൊറ്റ മെത്തേഡ് ആണുള്ളത്. അതായത് പുതിയ ബേസിന്റെ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ഏതാണോ അതുകൊണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്കുള്ള കൺവേർഷൻ. അപ്പം ഡെസിമൽ സംഖ്യയുടെ ബൈനറിയിലേക്കാണ് മാറ്റേണ്ടത്. ബൈനറിയുടെ ബേസ് ആയ 2 കൊണ്ട് നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു പോകുന്നു. കിട്ടുന്ന റിമൈൻഡർ ലാസ്റ്റ് കിട്ടുന്ന റിമൈൻഡർ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഓർഡറിൽ നമ്മൾ ആൻസർ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പം 25ന്റെ ഈക്വലന്റ് ബൈനറി കാണാനായിട്ട് ബൈനറിയുടെ ബേസ് ആയ 2 കൊണ്ട് 25നെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 25 കിട്ടുമെന്ന് നോക്കുന്നു. 12 2s are 24 ആണ്. അപ്പം 12 എഴുതുന്നു. 24 ആവുള്ളൂ. അപ്പം റിമൈൻഡർ ശിഷ്ടം ഒരു 1 ഉണ്ട്, അതിവിടെ എഴുതുന്നു. വീണ്ടും ഈ 12നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുന്നു നോക്കുന്നു. 6 2s are 12 ആണ്. 6 2 12 ആണ്. അപ്പൊ 6 എഴുതുന്നു. 6നെ 2 കൊണ്ട് ഗുണിച്ചാൽ 12 തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ശിഷ്ടമൊന്നുമില്ല, 0 എഴുതുന്നു. വീണ്ടും ഈ 6നെ 2 കൊണ്ട്, അപ്പൊ 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടുമെന്ന് നോക്കുന്നു. 3 2s are 6. അവിടെയും നമുക്ക് റിമൈൻഡർ ഒന്നുമില്ല, 0 എഴുതുന്നു. വീണ്ടും ഈ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അതായത് 2നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 3 കിട്ടും. 2നെ 1 കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടും. 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 ആവും. 4 ആയാൽ 3 ഉള്ളൂ. അപ്പം 2 × 1s are 2. അപ്പൊ ശിഷ്ടം 1. ഇവിടെ 2 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് 2നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ പ്രോസസ്സ് നിർത്താം. അപ്പൊ നമ്മുടെ ആൻസർ ലാസ്റ്റ് കിട്ടിയത് ഈ 1 ആണ്. 1 1 0 0 1, അതാണ് നമ്മുടെ ആൻസർ. ഇതാണ് ഏത്? ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഇത് തന്നെയാണ് ഡെസിമൽ ടു ഒക്ടൽ. ഒരു ഡെസിമലിനെ ഒക്ടൽ ആക്കാനും ഹെക്സ ആക്കാനും ഈ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഒക്ടൽ ആക്കണമെങ്കിൽ ഒക്ടലിന്റെ ബേസ് ആയ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഹെക്സ ആക്കണമെങ്കിൽ ഹെക്സയുടെ ബേസ് ആയ 16 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം, ഒരു ഒക്ടൽ കൺവേർഷൻ നോക്കാം. കൺവേർട്ട് ദി ഡെസിമൽ നമ്പർ 125 into octal. ഒക്ടൽ ആക്കാൻ പോവാണ്. 125 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസിമൽ സംഖ്യയുടെ ഒക്ടൽ ഈക്വലന്റ് എത്രയാണെന്ന് നോക്കാം. അപ്പം 125നെ എഴുതുന്നു. 8 ഒക്ടലിന്റെ ബേസ് 8 ആണ്. അപ്പൊ 8 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാനായിട്ട്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ നോക്കുന്നത്? 8നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 125 കിട്ടുമെന്ന് നോക്കുക ചെയ്യുക, അല്ലെ? 15 8 എന്ന് പറയുന്നത് എത്രയാ? 15 × 8 എന്ന് പറയുന്നത് 120 ആണ്. 15 × 8 എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പം 16 × 8 വരുമ്പം 16 × 8 എന്ന് പറയുമ്പം 128 ആവും, കൂടിപ്പോവും. അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. 15 ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം 15 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 15 8 120 ആണ്. ശിഷ്ടം 5 തരും, അത് എഴുതുന്നു. വീണ്ടും ഈ 15നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 8നെ 2 കൊണ്ട് ഗുണിച്ചാൽ 16 ആകും. അപ്പൊ 2 എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അടുത്ത കുറഞ്ഞ ഏതാണ്? 1 ആണ്. 8 1s are 8 ആണ്. 8 - 15 എന്ന് പറയുന്നത് 7 ആണ്. ഇവിടെ 1 എന്ന് പറയുന്നത് 8നേക്കാളും ചെറുതായതുകൊണ്ട് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ 175. പിടികിട്ടിയോ? അപ്പൊ ലാസ്റ്റ് കിട്ടുന്ന റിമൈൻഡർ ആദ്യം എഴുതണം, 175. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. 400ന്റെ ഒക്ടൽ ഈക്വലന്റ് കാണാൻ പോവാണ്. അപ്പൊ 400നെ
8 കൊണ്ട് ഒക്ടലിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ ഒക്ടലിന്റെ ബേസ് എത്രയാണ്? 8. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 400നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അതായത് 8നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 400 കിട്ടുമെന്ന് നോക്കുക. 50 × 8 എന്ന് പറയുന്നത് 400 ആണ്. കറക്റ്റ് 400 തന്നെ കിട്ടും. അപ്പൊ 50 എഴുതുന്നു. 50 × 8 എന്ന് പറഞ്ഞാൽ 400 ആണ്. നമുക്ക് ശിഷ്ടമൊന്നുമില്ല, 0 എഴുതുന്നു. വീണ്ടും ഈ 50നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അതായത് 8നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 50 കിട്ടും? 8 6 48 ആണ് അല്ലെ? അപ്പം നമ്മള് 6 എഴുതുന്നു. 48 ആണ് കിട്ടുന്നത്. ഇവിടെ 50 ഉണ്ട്. അപ്പൊ നമുക്ക് ശിഷ്ടം 2 വരും. അടുത്ത 6 എന്ന് പറയുന്നത് 8നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ 6 to 0. 6 to 0. ഓക്കെ, ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. ഡെസിമലിൽ നിന്ന് ന്യൂ ബേസിലേക്ക് മാറ്റാനായിട്ട് ന്യൂ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാണോ അതുകൊണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കിട്ടുന്ന ആൻസർ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഡെസിമലിൽ നിന്ന് ഹെക്സായിലേക്ക് മാറ്റാനായിട്ട്. എങ്ങനെയാണ്? 8ന് പകരം എന്ത് എഴുതിയാൽ മതി? 16 എഴുതിയാൽ മതി. ഇവിടെ 155ന്റെ ഇക്വലന്റ് ഹെക്സാഡെസിമൽ കാണാൻ പോവാണ്. അപ്പൊ 155നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമ്മൾ നോക്കുന്നത് 16നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 155 കിട്ടുമെന്ന് നോക്കുക. 16നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 144 കിട്ടും. 10 ആവുമ്പോ എത്രയാവും? 160 ആയി പോകും. അപ്പൊ 10 ഉപയോഗിക്കാൻ പറ്റിയല്ല, 9 ആണ്. 9 16 എന്ന് പറയുന്നത് 144 ആണ്. -155 എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ ശിഷ്ടം 11 എഴുതുന്നു. 9 എന്ന് പറയുന്നത് 16നേക്കാളും കുറവാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് പ്രോസസ് ചെയ്തിരുന്നു. 9 11 എന്നാണ് നമ്മുടെ ആൻസർ. പക്ഷെ നോക്കുക, ഇവിടുത്തെ ഹെക്സാഡെസിമൽ നമ്പർ ആണ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ സിംബൽസുകൾ ഏതൊക്കെയാണ്? 0 to 9, അത് കഴിഞ്ഞ് A to F ആണ്. 9 കഴിഞ്ഞ് 10 ഇല്ല, പകരം A ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ 11 എഴുതാൻ പറ്റിയല്ലോ നമ്മുടെ ആൻസറിൽ. 11ന് പകരം എന്താണ്? 11ന്റെ ഈക്വലന്റ് വാല്യൂ എത്രയാണ്? 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 A 11 B. അപ്പം 11ന് പകരം B എന്ന് എഴുതണം. അപ്പൊ 9B എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഒരെണ്ണം കൂടെ നോക്കിക്കോളൂ. 380ന്റെ ഹെക്സാഡെസിമൽ. 380നെ 16 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 380നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16നെ എത്ര കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 380 കിട്ടുമെന്ന് നോക്കുക. 16നെ 23 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 368 കിട്ടും. 24 വരുമ്പോൾ അതിനും വലിയ കൂടി 380നേക്കാളും കൂടി പോകും. അപ്പം 23 × 16 368 ആണ് നമുക്ക് കിട്ടുന്നത്. 368 മൈനസ് 380 എന്ന് പറയുമ്പോൾ ശിഷ്ടം എത്ര വരും? 12 നമുക്ക് റിമൈൻഡർ വരും. 12 എഴുതി. വീണ്ടും ആ 23നെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 16നെ കൊണ്ട് എത്ര കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 23 കിട്ടും. 16 ഒരു പ്രാവശ്യമേ പോവുള്ളൂ. 16 1 16 ആണ്. 16 മൈനസ് 23 എന്ന് പറയുന്നത് 7 ആണ്. നമ്മൾ കിട്ടുന്ന ആൻസർ 1712 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇവിടെ പറഞ്ഞ പോലെ 12 എന്ന് പറഞ്ഞൊരു സംഖ്യ ഹെക്സാഡെസിമൽ ഇല്ല. 12ന് പകരം ഏതാണ് വരുന്നത്? 10ന് പകരം A വരും, 11ന് B വരും, 12ന് C വരും. അപ്പൊ 12ന് പകരം നമ്മൾ C എന്ന് എഴുതുക. 17C എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച കൺവേർഷൻസുകൾ. അതായത് ഡെസിമൽ ടു ന്യൂ ബേസ്, ഡെസിമലിൽ നിന്ന് ന്യൂ ബേസിലേക്കുള്ള കൺവേർഷൻ. അപ്പം ന്യൂ ബേസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇത്ര മാത്രം ഓർത്താൽ മതി. ഡെസിമലിൽ നിന്ന് നമുക്കൊരു ന്യൂ ബേസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സ. ഇത് 3 നമ്മൾ ന്യൂ ബേസ് എന്ന് പറയുന്നത്. മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ബേസ് കൊണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കിട്ടുന്ന ആൻസർ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ വാട്സാപ്പ് ചെയ്യുക എന്റെ പേഴ്സണൽ നമ്പറിലേക്ക്. അപ്പം നിങ്ങൾക്ക് ഉള്ള ഹോംവർക്ക്, നിങ്ങൾക്ക് തരുന്ന ഹോംവർക്ക് ഇതാണ്: കൺവേർട്ട് ദി ഡെസിമൽ നമ്പർ 95 into octal and hexa. 95 എന്ന് പറഞ്ഞ ഡെസിമൽ നമ്പറിന്റെ ഒക്ടലും ഹെക്സായും കണ്ടുപിടിക്കുക. കേട്ടല്ലോ? കണ്ടുപിടിച്ച് നാളെ വൈകിട്ടത്തിന് മുമ്പായിട്ട് എന്റെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ആൻസർ സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.